സെന്റ് ഫിലോമിനാസ് കത്തീഡ്രൽ ഔദ്യോഗികമായി സെന്റ് ജോസഫ് ആൻഡ് സെന്റ് ഫിലോമിനയുടെ കത്തീഡ്രൽ സെന്റ് ജോസഫ്സ് കത്തീഡ്രൽ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിലെ മൈസൂർ രൂപതയുടെ കത്തീഡ്രലും ഒരു കത്തോലിക്ക പള്ളിയുമാണ്. നിയോ ഗോത്തിക് ശൈലിയിൽ നിർമ്മിച്ച ഇത് 1936 മഹാരാജ കൃഷ്ണരാജ വാഡിയാർ നാലാമൻ്റെ ഭരണകാലത്താണ് നിർമ്മിച്ചത്. ജർമ്മനിയിലെ കൊളോൺ കത്തീഡ്രലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇതിൻ്റെ വാസ്തുവിദ്യ. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ പള്ളികളിൽ ഒന്നാണ് കത്തീഡ്രൽ. 1843 മഹാരാജ കൃഷ്ണരാജ വോഡയാർ മൂന്നാമൻ്റെ ഭരണകാലത്തും കമ്മീഷൻ ഭരണകാലത്തും ഇതേ സ്ഥലത്ത് ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടു. 1933 ഇപ്പോഴത്തെ പള്ളിയുടെ അടിത്തറ പാകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ലിഖിതത്തിൽ ഇങ്ങനെ പറയുന്നു: ആ ഏകദൈവത്തിൻ്റെ നാമത്തിൽ പ്രകാശത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും ലൗകിക ലോകത്തെയും എല്ലാം സൃഷ്ടിക്കപ്പെട്ട ജീവിതങ്ങളുടെയും കൂട്ടായ്മയെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ഭരിക്കുകയും ചെയ്യുന്ന സാർവത്രിക കർത്താവ്. ഈ പള്ളി മനുഷ്യനായി ലോകത്തിൻ്റെ പ്രബുദ്ധതയായ യേശുക്രിസ്തുവിൻ്റെ അവതാരത്തിന് 1843 വർഷങ്ങൾക്ക് ശേഷം നിർമ്മിക്കപ്പെട്ടതാണ്. 1926 മഹാരാജ കൃഷ്ണരാജ വോഡയാർ നാലാമൻ്റെ സ്വകാര്യ സെക്രട്ടറി ആയിരുന്ന ടി തുമ്പുചെട്ടി ഈസ്റ്റ് ഇൻഡീസിൻ്റെ അപ്പോസ്തലിക പ്രതിനിധി പീറ്റർ പിസാനിയിൽ നിന്ന് വിശുദ്ധൻ്റെ ഒരു തിരുശേഷിപ്പ് വാങ്ങി. ഈ തിരുശേഷിപ്പ് ഫാദർ കൊച്ചറ്റിന് കൈമാറി. അദ്ദേഹം വിശുദ്ധ ഫിലോമിനയുടെ ബഹുമാനാർത്ഥം ഒരു പള്ളി പണിയാൻ മഹാരാജാവിനെ സമീപിച്ചു. 1933 ഒക്ടോബർ 28 മഹാരാജാവ് പള്ളിയുടെ ശിലാസ്ഥാപനം നടത്തി. ഉദ്ഘാടന ദിവസം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു: പുതിയ പള്ളി ശക്തമായും സുരക്ഷിതമായും ഇരട്ട അടിത്തറയിൽ നിർമ്മിക്കപ്പെടും. ദൈവീക കാരുണ്യവും മനുഷ്യരുടെ ആവേശകരമായ കൃതജ്ഞതയും ബിഷപ്പ് റെനാ ഫ്യൂഗയുടെ മേൽനോട്ടത്തിലാണ് പള്ളിയുടെ നിർമ്മാണം പൂർത്തിയായത്. വിശുദ്ധ ഫിലോമിനയുടെ തിരുശേഷിപ്പ് പ്രധാന ആൾത്താരയ്ക്ക് താഴെയുള്ള കാറ്റകോമ്പിൽ സൂക്ഷിച്ചിരിക്കുന്നു. പ്രാദേശിക സംസ്കാരത്തിന്റെ മിശ്രിതത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പള്ളി. ചില സ്ത്രീ പ്രതിമകൾ പരമ്പരാഗത ഇന്ത്യൻ വസ്ത്രമായ സാരികളിലാണ്. ഡാലി എന്ന ഫ്രഞ്ചുകാരനാണ് ഈ പള്ളി രൂപകൽപ്പന ചെയ്തത്. കൊളോൺ കത്തീഡ്രലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിയോ ഗോത്തിക് ശൈലിയിൽ നിർമ്മിക്കാനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കത്തീഡ്രലിന്റെ തറപദ്ധതി ഒരു കുരിശിനോട് സാമ്യമുള്ളതാണ്. കുരിശിന്റെ നീളമുള്ള ഭാഗം നേവ് എന്നറിയപ്പെടുന്ന സഭാ ഹാളാണ്. കുരിശിന്റെ 2 കൈകളും ട്രാൻസ്പെറ്റുകളാണ്. ആൾത്താരയും ഗായക സംഘവും ഉൾക്കൊള്ളുന്ന ഭാഗം ക്രോസിംഗ് ആണ്. കത്തീഡ്രലിന്റെ സെന്റ് ഫിലോമിനയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ക്രിപ്റ്റ് ഉണ്ട്. പള്ളിയുടെ ഇരട്ട ഗോപുരങ്ങൾക്ക് 175 അടി ഉയരമുണ്ട്. അവ കൊളോൺ കത്തീഡ്രലിന്റെ ഗോപുരങ്ങളെ ന്യൂയോർക്ക് നഗരത്തിലെ സെന്റ് പാട്രിക്സ് പള്ളിയുടെ ഗോപുരങ്ങളെയും പോലെയാണ്. പ്രധാന ഹാളിൽ 800 പേർക്ക് ഇരിക്കാൻ കഴിയും. കൂടാതെ ക്രിസ്തുവിന്റെ ജനനം, അന്ത്യത്താഴം, കുരിശുമരണം, പുനരുത്ഥാനം, ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം എന്നിവയിൽ നിന്നുള്ള രംഗങ്ങൾ ചിത്രീകരിക്കുന്ന സ്റ്റെയിൻസ് ഗ്ലാസ് ജനാലകൾ അടങ്ങിയിരിക്കുന്നു. ഏഷ്യയിലെ 2ാമത്തെ വലിയ പള്ളിയായി ഇത് കണക്കാക്കപ്പെടുന്നു. റോമൻ കത്തോലിക്ക സഭയിലെ ഒരു ലാറ്റിൻ കത്തോലിക്ക സന്യാസിയും രക്തസാക്ഷിയുമാണ് വിശുദ്ധ ഫിലോമിന. 4-ാം നൂറ്റാണ്ടിൽ രക്തസാക്ഷിത്വം വരിച്ച ഒരു യുവ ഗ്രീക്ക് രാജകുമാരിയായിരുന്നു അവർ. 1802 മെയ് 24 റോമിലെ വിയ സലാരിയയിലെ സെന്റ് പ്രിസില്ലയുടെ കാറ്റകോമ്പുകളിൽ നിന്ന് 14 വയസ്സിൽ കൂടുതൽ പ്രായമില്ലാത്ത ഒരു കൗമാരക്കാരിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഈ അവശിഷ്ടങ്ങൾക്കൊപ്പം ലുമീന, പാക്സ്റ്റ്, കം FI എന്ന വാക്കുകളടങ്ങിയ ഒരു ശിഥിലമായ ലിഖിതം വഹിച്ച ഒരു കൂട്ടം ടൈലുകളും ഉണ്ടായിരുന്നു. ആ ക്രമത്തിൽ അജ്ഞാതമായ വാക്കുകൾ ലാറ്റിൻ ഭാഷയിൽ നിങ്ങളോടൊപ്പം സമാധാനം ഫിലുമിന എന്ന് വിവർത്തനം ചെയ്യുന്ന പാക്സ് ടെക്കം ഫിലൂമിന എന്ന് വായിക്കുവാൻ അക്ഷരങ്ങൾ പുനർക്രമീകരിച്ചു. കൂടാതെ അവളുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ചില ചിഹ്നങ്ങളും ഉണങ്ങിയ രക്തമടങ്ങിയ ഒരു പാത്രവും ശവകുടീരത്തിൽ കണ്ടെത്തി. ഈ കണ്ടെത്തലുകളിൽ നിന്നും ഫിലുമിന എന്ന ക്രിസ്ത്യാനിയെ ശവകുടീരത്തിൽ അടക്കം ചെയ്തിട്ടുണ്ടെന്നും രക്തമടങ്ങിയ പാത്രം അവളുടെ അവശിഷ്ടമാണെന്നും കരുതപ്പെടുന്നു. ഇത് ഒരു രക്തസാക്ഷിയുടെ മരണത്തിൻ്റെ തെളിവാണ്.